How was the learning experience at Think? തിങ്കിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ അവർ നമ്മളെ പഠിപ്പിക്കും. ലൈക്ക് ഞാൻ ചെന്ന സമയത്ത് എനിക്ക് ഡ്രോയിങ് ഭയങ്കര ബേസിക് സ്കില്ലായിരുന്നു. പക്ഷേ ഓരോരോ എന്താ പറയുക പോയിന്റ് ആയിട്ട് ഓരോരോ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തിനാണ് നമ്മൾ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞു തന്ന് നമ്മളെ ദേ ആക്ച്വലി ഗൈഡഡ് അസ്. ലൈക്ക് ഒരു സ്റ്റാർട്ട് മുതൽ നമ്മൾ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിത്തരാൻ അവർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആണെങ്കിൽ ബാക്കി ആപ്റ്റിറ്റ്യൂഡ് പാർട്ടാണെങ്കിലും നോൺ വെർബൽ പാർട്ടാണെങ്കിലും ദേ മേക്ക് എസ് പ്രാക്ടീസ് മോർ ക്വസ്റ്റ്യൻസ്. പിന്നെ ദേ മേക്ക് മോക്ക് ടെക്സ്റ്റുകൾ കുറേ നടത്തിയിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആൻഡ് എറർ ആൻഡ് കറക്ഷൻ അങ്ങനെയുള്ള ഒരു മെത്തേഡ് വഴിയാണ് ലൈക്ക് അവർ നമ്മളെ പോളിഷ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ലൈക്ക് the learning experience that I had there was wonderful. How did Think help you to achieve this rank? ഓക്കെ, സോ റാങ്കിലോട്ട് കയറാൻ എനിക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായി തോന്നിയത് തിങ്കിലെ മോക്ക് ടെസ്റ്റുകൾ തന്നെയാണ്. ഓരോ ഇനീഷ്യലി നമ്മൾ എഴുതി തുടങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്യൂ വരുന്നത് നമുക്ക് കാര്യങ്ങൾ അറിയാമെങ്കിലും നമുക്കത് സമയത്തിനുള്ളിൽ എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ വരച്ചു തരാനോ പറ്റില്ലായിരുന്നു. സോ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് യു കീപ് ഗെറ്റിംഗ് ബെറ്റർ അറ്റ് ഇറ്റ് ആൻഡ് ഓവറോൾ ടൈം മാനേജ്മെന്റ് ബെറ്റർ ആവും. അതോടൊപ്പം തന്നെ ഓരോ എക്സാം കഴിയുന്ന സമയത്ത് നമ്മൾ തെറ്റുന്ന കാര്യങ്ങൾ വീണ്ടും കറക്റ്റ് ചെയ്ത് ശ്രമിക്കും. അടുത്ത എക്സാമിന് വി മേക്ക് ഷുവർ വി ഡോണ്ട് മേക്ക് ദ സെയിം മിസ്റ്റേക്സ്. സോ ഐ വുഡ് സേ ദാറ്റ് ദ മോക്ക് ടെസ്റ്റ് വേ ദ ബെസ്റ്റ് തിങ് ദാറ്റ് ഹെൽപ്പ് മീ to get to such a high rank. So would you recommend Think to your juniors? Of course, ഞാൻ എന്തായാലും ജൂനിയേഴ്സിന് തിങ്ക് റെക്കമെൻഡ് ചെയ്യും. കാരണം ഞാൻ കമ്പാരിറ്റീവ്ലി കണ്ടെടുത്തുള്ളതിനേക്കാളും വെച്ച് ഫാക്കൽറ്റീസിൻ്റെ കാര്യങ്ങളായാലും അതുപോലെ ക്ലാസ്സസിൻ്റെ കാര്യങ്ങളായാലും പിന്നെ നമ്മുടെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആണെങ്കിലും പ്രോഗ്രാം സെലിബ്രേഷൻ അതുപോലെ വർക്ക്ഷോപ്പ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് തിങ്കിൽ. സോ ഇറ്റ്സ് ലൈക്ക് നോട്ട് ജസ്റ്റ് ക്ലാസ്സസ്. അവർ എന്താ പറയുക ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഫീൽഡിലോട്ട് നമ്മളെ ചിറക് പറത്തി ഉയരാൻ വേണ്ടി സഹായിക്കുന്ന ഒരു എന്താ പറയുക കോച്ചിങ് പോലെ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. And finally, any advice to new aspirants? ഓക്കെ, പുതിയ ആസ്പിറൻസിനുള്ള അഡ്വൈസ് കൺസിസ്റ്റൻസി ഈസ് ദ കീ. കാരണം നമുക്ക് എത്ര സ്കില്ലുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് എത്ര ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാലും എക്സാമിൻ്റെ സമയത്ത് നമുക്കൊന്ന് പിടിച്ച് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ എക്സാമിൻ്റെ സമയത്ത് അത് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ബി കൺസിസ്റ്റൻറ്റ്, യു ഹാവ് ടു കീപ്പ് ഓൺ പോളിഷിങ് യുവർ സ്കിൽസ്, യു ഹാവ് ടു കീപ്പ് ഓൺ എന്താ പറയുക മാനേജിങ് ദ ടൈം ദാറ്റ് യു ഹവ് ഗോട്ട്. സോ ടൈം മാനേജ്മെൻറ്റും കൺസിസ്റ്റൻസിയും ഇത് രണ്ടുമാണ് എനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല രണ്ട് factors.